ശ്ലോമോ ശ്രീയേകദൈവത്തിന് സ്തുതി. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന തിരുവചനം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. അതിപ്രകാരമാണ്: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, ഏൽ റാഫ, ഐ ആം ദ ലോർഡ് ഹൂ ഹീൽസ് യു. ഐ ആം ദ ലോർഡ് ഹൂ ഹീൽസ് യു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, ഏൽ റാഫ. മോശ ദീർഘദർശി 6 ലക്ഷത്തിൽ പരം ഇസ്രായേൽ ജനങ്ങളെയും കൊണ്ട് ചെങ്കടൽ കടന്ന മറുകരയിൽ സീൻ മരുഭൂമിയിലെത്തി. അവിടെ നിന്നുമുള്ള യാത്ര സീനായി മലയെ ലക്ഷ്യം വച്ചായിരുന്നു. കാരണം ദൈവം മോശയെ മിസ്രൈമിലേക്ക് അയച്ചപ്പോൾ, എൻ്റെ ജനത്തെ കൂട്ടി നീ ഇവിടെ വരണമെന്ന് കൽപ്പിച്ചിരുന്നു. പുറപ്പാട് 3:12 കാണാം. ആയതിനാൽ ചെങ്കടലിൻ്റെ തീരത്ത് നിന്നും സീൻ മരുഭൂമിയിൽ കൂടി മാറാ വഴിയായിരുന്നു യാത്ര. അതികഠിനമായ ചൂട് മുഖാന്തരം ചുട്ടുപഴുത്തു കിടക്കുന്ന സീൻ മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര വളരെ ക്ലേശകരമായിരുന്നു. ജനക്കൂട്ടം ശാരീരികമായി തളർന്നു. കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ മരിച്ചു പോകുമെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടായി. മാറായിൽ എത്തുന്നതിന് 3 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ 3 ദിവസത്തെ കഷ്ടത ഏറിയ ജീവിതാനുഭവം ഉണ്ടായിട്ടുള്ളവർ ഉണ്ട്. അവരാരൊക്കെയെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. അബ്രഹാം പിതാവ് പുത്രനെ ബലി കഴിക്കാൻ പോയ യാത്രയുടെ ദൂരം 3 ദിനമായിരുന്നു. ബേർസബയിൽ നിന്നും ആയിരുന്നു അബ്രഹാം പിതാവ് യാത്ര പുറപ്പെട്ടത്. ബേർസബയിൽ നിന്നും മോറിയ ദേശത്തുള്ള മലയിൽ എത്തിയത് 3-ാം ദിവസമായിരുന്നു. ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അബ്രഹാം പിതാവിൻ്റെ ഈ 3 ദിവസത്തെ ഈ വഴിയാത്ര എത്ര മാനസിക ക്ലേശ സമ്പൂർണമായിരുന്നുവെന്ന്? 100 വയസ്സിന് മേൽ പ്രായമുള്ള അബ്രഹാം പിതാവിനോട് ദൈവം കൽപ്പിച്ചു, എനിക്ക് നിന്റെ മകനെ ബലിയായി കഴിക്കണം എന്ന്. അബ്രഹാം വളരെ ആഗ്രഹിച്ചു മോഹിച്ചുണ്ടായ മകൻ്റെ വളർച്ചയും സ്നേഹവും ജീവിതവും കണ്ട് എല്ലാം വളരെ സന്തോഷത്തോടു കൂടി കഴിയുമ്പോഴാണ് ജീവൻ്റെ ജീവനായി സ്നേഹിക്കുന്ന ഏകജാതനെ ദൈവം ചോദിക്കുന്നത്. അബ്രഹാമിൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. എന്നാൽ അബ്രഹാം എല്ലാം ഹൃദയത്തിൽ സംഭരിച്ച് ബേർസബയിൽ നിന്നും മകനെയും കൂട്ടി ബലി കഴിക്കാൻ മോറിയയിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്രയുടെ ഉദ്ദേശം അബ്രഹാമിനും ദൈവത്തിനും മാത്രമേ അറിയാവൂ. ഭാര്യയായ സാറയ്ക്കറിയില്ല, കൂടെ വരുന്ന വേലക്കാരന് ഇസ്ഹാക്കിനും അറിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രയാസമോ രോഗമോ അപകടമോ ഉണ്ടായാൽ അതിൽ നിന്നും പൂർണ്ണമായി കുഞ്ഞു വിടുതൽ പ്രാപിക്കുന്നത് വരെ വേണ്ട രീതിയിൽ മാതാപിതാക്കൾക്ക് ഉണ്ണാനോ ഉറങ്ങാനോ സാധാരണക്കാർക്ക് സാധിക്കാതെ വളരെ ഭാരമേറിയ മനസ്സോടെയാണ് ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത്. അബ്രഹാമിന് 3 ദിവസം ഒരുപക്ഷെ 300 ദിവസമായി തോന്നിയിട്ടുണ്ടാവും. ഓരോ കാലം മുമ്പോട്ട് വയ്ക്കുമ്പോഴും ആ വൃദ്ധൻ്റെ മാനസിക ദുഃഖത്താൽ 2 കാൽ പുറകോട്ട് പോയിട്ടുണ്ടാവും. ഈ ദിവസങ്ങളിൽ അബ്രഹാം പിതാവിന് ഉറങ്ങാനോ ഉണ്ണാനോ വേണ്ടതുപോലെ പതിപോലെ മകനോട് സംസാരിക്കാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല. കർത്താവായ യേശു തമ്പുരാൻ ക്രൂശും വഹിച്ചുകൊണ്ട് മോറിയയിലേക്ക് പോയതുപോലെ ശക്തമായ മാനസിക ദുഃഖത്തോട് കൂടിയായിരിക്കണം അബ്രഹാം പിതാവ് മകനെയും കൂട്ടി മോറിയയിലേക്ക് പോയത്. മോറിയ ദേശത്ത് മലയിൽ വെച്ച ദൈവം ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുക്കുന്ന സമയം വരെ അബ്രഹാം പിതാവ് അനുഭവിച്ച ശാരീരികവും മാനസികവുമായ വ്യതയുടെയും മാനസിക പീഡനത്തിൻ്റെയും അളവ് എത്രമാത്രം എന്ന് മനസ്സ് ഇരുത്തി ചിന്തിക്കുക. മോശ
ഇസ്രായേൽ മക്കളെ കൂട്ടി യാഗം കഴിക്കുവാൻ പോയ വഴി യാത്രയുടെ ദൂരം 3 ദിവസം ആയിരുന്നു. പുറപ്പാട് 5:4. ഈ 3 ദിവസം എന്നത് യാഗത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ യോർദാൻ നദി കടക്കേണ്ടതിന് 3 ദിവസത്തെ ഒരുക്കവും ശുദ്ധീകരണവും നടത്തിയിരുന്നു. ശൗൽ രാജാവിന് ഭയന്ന് ഒളിവിൽ കഴിച്ചുകൂട്ടിയ ദാവീദിന് കൂടെയുള്ളവർക്കും പുരോഹിതന്മാർക്കും മാത്രം കഴിക്കാവുന്ന കാഴ്ചയപ്പം നോബിൻ പുരോഹിതനായ അഹീമേലേക്ക് കൊടുക്കുമ്പോൾ 3 ദിവസം അവർ ചെയ്ത ശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. 1 ശമൂവേൽ 21:5. നിനവയ്ക്ക് പോകാൻ കപ്പൽ കയറേണ്ടിയിരുന്നതായ യോന 3 ദിവസം കടൽ ആന എന്ന വലിയ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടി. ആ 3 ദിവസങ്ങൾ യോനയ്ക്ക് വളരെ സങ്കടമേറിയ ദിനങ്ങൾ ആയിരുന്നു. ഒരുപക്ഷെ യോന ചിന്തിച്ച് കാണും, ഇനി ഞാൻ ഒരിക്കലും പുറത്തു വരാതെ തിമിംഗലത്തിൻ്റെ ഭക്ഷണമായി തീരുകയാണ്. ആയതിനാലാണ് മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും നിലവിളിയോടുകൂടിയ യോനായുടെ പ്രാർത്ഥന പ്രത്യേകം ശ്രദ്ധേയമായത്. 3-ാം ദിവസം നിനിവയുടെ കടൽക്കരയിൽ എത്തിയ യോന ഇസ്രായേൽ മക്കൾ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ കൂടി നടന്നതുപോലെ വീണ്ടും യോന കടൽക്കരയിൽ നിന്നും നിനുവ പട്ടണത്തിലേക്ക് എത്തിച്ചേരാൻ 3 ദിവസം കൂടി യാത്ര ചെയ്തു. യോനായുടെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി യോനായ്ക്ക് തീക്തമായ കഷ്ടപ്പാടുകൾ അല്പമൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക. മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന് അനുഭവിച്ച യാതന ദൈവത്തെ കൂടുതലായി തിരിച്ചറിയുന്നതിനും ദൈവിക മൗത്വം കൂടുതൽ വെളിപ്പെടുത്തുന്നതിനുമായിരുന്നു. കർത്താവായ യേശു തമ്പുരാൻ 3 ദിവസം ഖബറിൽ യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഇരുന്നതുപോലെ ഇരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:40 ഇപ്രകാരം പറയുന്നു: യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. ഇസ്രായേൽ മക്കൾ മാറയിൽ എത്തുന്നതിന് 3 ദിവസം അതികഠിനമായ ചൂടും വെയിലും ഏറ്റ് ഭക്ഷണപാനീയങ്ങൾ ഇല്ലാതെ ശാരീരികവും മാനസികവുമായി തളർന്നുപോയിരുന്നു. ദൈവീക നന്മകൾ പ്രാപിക്കുന്നതിന് കഷ്ടതകളിലും ദുഃഖങ്ങളിലും കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ആദ്യമേ നിങ്ങളോട് പറഞ്ഞ അബ്രഹാം പിതാവും ദാവീദ് രാജാവും യോനായും യോശുവായും കഷ്ടതയേറിയ ജീവിതത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വലിയ കരുതലിനെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും അവർ മനസ്സിലാക്കിയത്. ഇസ്രായേൽ മക്കൾ മാറയിലേക്ക് അടുത്തപ്പോൾ വളരെ ദൂരെ നിന്ന് സൂര്യപ്രകാശത്തിൻ്റെ ശോഭയേറിയ വലയത്തിൽ പളുങ്കുമണി പോലെ മേളിലേക്ക് ശക്തിയോടെ തൂകി വീഴുന്ന വെള്ളത്തിൻ്റെ ഉറവകൾ കണ്ടു. അവർ വളരെ സന്തോഷിച്ചു. ജനമെല്ലാം വളരെ ആവേശത്തോടും ദാഹപരവേശത്തോടും കൂടി ഓടിയടുത്ത് ഒഴുകി വീഴുന്ന വെള്ളം 2 കൈകൊണ്ടും വാരിക്കോരി മുഖത്തും തലയിലും ഒഴിച്ചു ക്ഷീണം മാറ്റി. പലരും ആവേശത്തോടെ കുടിക്കാൻ തുടങ്ങി. കുടിച്ചവരെല്ലാം കുടിച്ചതിൻ്റെ ഇരട്ടി വീതം പുറത്തേക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. വാവിട്ട് കരയാൻ തുടങ്ങി. അവർ മനസ്സിലാക്കിയതുപോലെ കുടിക്കാൻ കൊള്ളാവുന്ന ജലമല്ലായിരുന്നു അത്, കയ്പേറിയ വെള്ളമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഈ മാറയുടെ അനുഭവത്തിൽ കഴിയുന്നവരാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ നല്ലതാണ്, ആകർഷണീയമാണ്, ആസ്വദിക്കുവാൻ നല്ലതാണ്, കാണാൻ മനോഹരമാണ്, ക്ഷീണം മാറ്റുന്നതിനും ക്ലേശങ്ങൾ മാറ്റുന്നതിനും അത്യുത്തമമാണ്. എന്നാൽ അടുത്ത് കഴിയുമ്പോഴാണ് വീണു പോയത് ചേറു നിറഞ്ഞ കുഴിയിലാണ് എന്ന് തിരിച്ചറിയുന്നത്. മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് കോടികൾ നഷ്ടപ്പെട്ടവർ റോസാപുഷ്പം പോലെ സുന്ദരിയായ പെണ്ണും അതീവ സുന്ദരനായ കോമളനും എന്ന് മോഹിച്ച് കല്യാണം കഴിച്ച ശേഷം ഒരിക്കലും പൊരുത്തപ്പെടാൻ വയ്യാത്തവണ്ണം അകന്ന് ഡൈവോഴ്സിന് വേണ്ടി കേസുമായി നടക്കുന്നവർ വിദേശത്ത്
നല്ല ജോലിയുണ്ട് എന്ന് കരുതി വിവാഹിതരായ എഴുത്തും വായനയും അറിയില്ലാത്തതുകൊണ്ട് അറബിയുടെ അടക്കളപ്പണിക്കാരനോ ഒട്ടക നോട്ടക്കാരനോ എന്ന് കാലങ്ങൾക്ക് ശേഷം തിരിച്ചറിയുമ്പോൾ ആത്മഹത്യ നടത്തിയവർ എത്രയോ പേർ. അതുപോലെ തന്നെ നോട്ടിരട്ടിപ്പ് നടത്തുന്ന അധോലോക നായകന്മാർ, വീസ തട്ടിപ്പുകാർ, കള്ള നോട്ട് കച്ചവടക്കാർ, മയക്കുമരുന്ന് കച്ചവടക്കാർ, കള്ള രാഷ്ട്രീയക്കാർ, അത്യാത്മിക വേഷം ധരിച്ച ചെന്നായ്ക്കൾ, കൾട്ട് ഗ്രൂപ്പുകാർ, ഇവരെല്ലാം ഈ മാറായിലെ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന കൈപ്പേറിയ വെള്ളമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതയാത്രയിൽ പല വിധത്തിലുള്ള കൂട്ടുകാർ, ലാവണ്യമേറിയ മോഹനീയ മോഹനങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ്സുകൾ, സംഘടനകൾ എന്ന വാഗ്ദാനങ്ങൾ ഒക്കെ പറയും. എന്നാൽ ഒരു നിമിഷം കൊണ്ട് എടുത്തുചാടി കൈപ്പായ അനുഭവങ്ങളെ ഏറ്റെടുക്കാതെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന് ചിന്തിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, വളരെ അർത്ഥവത്താണത്. ചൈനയിൽ സമർത്ഥമായി നടത്തുന്ന ഒരു കൃഷിയാണ് ബാംബു. നമ്മുടെ നാട്ടിൽ ബാംബു ഇനത്തിൽപ്പെട്ടതാണ് ഈറ്റ, ഓട, ചൂരൽ മുതലായവ. ഇത് കൃഷി ചെയ്യുന്ന സമയം മുതൽ അടുത്ത 4 വർഷത്തേക്ക് യാതൊരു വിധമായ വളർച്ചയുമില്ലാതെ കുഴിച്ചിട്ട അതേ രൂപത്തിൽ തന്നെ 4 വർഷം വരെ നിൽക്കും. ഇതിനെക്കുറിച്ച് വ്യക്തമായ അറിവും കാഴ്ചപ്പാടുമില്ലാത്ത കർഷകൻ വളരെ ദുഃഖത്തോടെ 1 വർഷം കഴിയുമ്പോൾ അതിനെ പറിച്ചു മാറ്റി വേറെ എന്തെങ്കിലും കൃഷി ചെയ്യും. എന്നാൽ ഈ ബാംബുവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള കർഷകൻ വേണ്ട സമയത്ത് വളവും വെള്ളവും സമയാസമയങ്ങളിൽ ഇട്ടുകൊടുത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കും. 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷമാകുമ്പോഴേക്കും അത്ഭുതകരമായി ഈ ബാംബു വളരാൻ തുടങ്ങും. ഏതാണ്ട് 95 അടി നീളത്തിൽ ഉപരി ഉയർന്നു നിൽക്കും. 4 വർഷം വരെ ചത്തുപോയി എന്ന് കരുതിയ ബാംബു 5-ാം വർഷത്തിൽ അഥവാ ഒരൊറ്റ വർഷം കൊണ്ട് അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തും. 4 വർഷം കർഷകൻ ചെയ്ത വേലയും അധ്വാനവും നഷ്ടമാകാതെ 10 ഇരട്ടി പ്രതിഫലം ബാംബു നൽകുന്നു. ഈ ബാംബു ട്രീയിൽ നിന്നും പലതും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളിൽ പലരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ ഒക്കെ പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാലതാമസം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഏതോ ഒരു കാര്യം ചെയ്താലും പ്രവർത്തിച്ചാലും വളരെ പെട്ടെന്ന് പ്രതിഫലം കിട്ടണമെന്നുള്ള വാഞ്ച വളരെ കൂടുതലാണ്. അതുപോലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വളരെ നെഗറ്റീവ് വേയിലാണ്. ഇവനെ കൊണ്ട് ഒന്നും ഒരു പ്രയോജനവുമില്ല, വിവരമില്ലാത്തവനാണ്, മണ്ടനാണ്, പഠിക്കാൻ ബുദ്ധിയില്ലാത്തവനാണ്, പറഞ്ഞാൽ കേൾക്കാത്തവനാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഫേമസായ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഐൻസ്റ്റീനെ പഠിപ്പിച്ച അധ്യാപകൻ വിധി കൽപ്പിച്ചത് നിങ്ങൾ കേൾക്കുക. പറഞ്ഞത് ഇപ്രകാരമാണ്: ഇവൻ ഒരു വിഡ്ഢി എന്നാണ്, എ സ്റ്റുപ്പിഡ് ബോയ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഐൻസ്റ്റീൻ ഒരു വിഡ്ഢി ആയിരുന്നില്ല, ലോകം അറിയപ്പെടുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനായി വളർന്നു. നാം ഒന്നിലും നിരാശരാകരുത്, ഭയപ്പെടരുത്. ക്ഷമയോടെ കാത്തിരുന്ന് ദൈവിക മഹത്വം കാണുവാൻ സാധിക്കണം. എല്ലാവരുടെ ജീവിതത്തിൽ 3 ദിവസത്തെ ദൈർഘ്യമേറിയതും ദുർഘടവുമായ ഒരു യാത്രയുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. യെശയ്യാ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുക: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ 41:10 കാണുക. ഇസ്രായേലിൻ്റെ യാത്രയിലെ പ്രതിസന്ധികൾ, അതുപോലെ കൈപ്പേറിയ മാറായിലെ വെള്ളം, ഇതെല്ലാം സാധാരണക്കാരൻ്റെ പച്ചയായ ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളാണ്. എന്നാൽ വരുന്ന ദുഃഖങ്ങളെ ദുരന്തങ്ങളായി മാറ്റിക്കളയരുത്.
ദുഃഖങ്ങളെ അതിജീവിക്കണം. ബാമ്പു ചെടിയെ കണ്ട് നമ്മൾ പഠിക്കണം. കയ്പ് വെള്ളത്തെക്കുറിച്ച് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രതിസന്ധികളിൽ നിന്നും നാം പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിപ്പീൻ. പ്രാർത്ഥന എന്നത് ദൈവവുമായി നമ്മുടെ അനുഭവ ജീവിതത്തെ പങ്കുവയ്ക്കുന്ന ഒന്നാണ്. ഈ കാലയളവിൽ പലരും പ്രാർത്ഥനയെ ആത്മീക പ്രഹസനമായി വ്യവസായവൽക്കരിച്ചിരിക്കുന്ന ഒരു ബിസിനസ്സായി മാറ്റിയിരിക്കുന്നു. ഇതിലേക്ക് പരസ്യങ്ങൾ, സാക്ഷിപ്പുകൾ, രോഗ സൗഖ്യദാനങ്ങൾ, ജോലിയിലുള്ള പ്രൊമോഷൻസ് എന്ന് വേണ്ട മുതലായ ധാരാളം പ്രോമിസുകൾ അല്ലവ തട്ടിപ്പുകൾ ആണ് നടത്തുന്നത്. സങ്കീർത്തന പ്രമാണി പറയുന്നത്, നീ മൗനമായിരുന്ന് ഞാൻ ദൈവം ആണ് എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. 46 സങ്കീർത്തനം 10 വാക്യത്തിൽ. ശമൂവേൽ പ്രവാചകന്റെ അമ്മ ഹന്നായുടെ പ്രാർത്ഥന എന്നത് അവളുടെ ഹൃദയം ദൈവത്തിലേക്ക് പകരുകയാണ് ചെയ്തത്. ഹന്ന പ്രാർത്ഥിച്ചത് തകർന്ന് നുറുങ്ങിയിരുന്ന ഹൃദയത്തിനുള്ളിലാണ് പ്രാർത്ഥിച്ചത്. ഹന്നായുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചു. മോശ 6 ലക്ഷത്തിൽ പരം ആൾക്കാരുടെ കണ്ണുനീരിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അപ്പോൾ മോശയ്ക്ക് ഉത്തരം കിട്ടി, ഇതാ നിന്റെ അരികിൽ ഒരു വൃക്ഷം, അതിൻ്റെ കൊമ്പ് ഒടിച്ച് വെള്ളത്തിലിടുക. മോശ ദൈവകൽപ്പന പോലെ ചെയ്തു. വെള്ളം ശുദ്ധമുള്ളതായി തീർന്നു. എല്ലാവരും സമൃദ്ധിയായി കുടിച്ചു, സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. കയ്പായിരുന്ന വെള്ളത്തെ ശുദ്ധമുള്ളതാക്കി തീർത്ത വൃക്ഷം സാക്ഷാൽ കാൽവരി ക്രൂശാണ്. മാറ എന്ന കയ്പേറിയ വെള്ളം മാലിന്യമേറിയതും പ്രതിസന്ധികൾ ഏറിയതുമായ ഈ ലോകമാണ്. വൃക്ഷത്തിലെ കറ അഥവാ പശ എന്നത് കുരിശിലെ തിരുരക്തമാണ്. കർത്താവായ യേശു തമ്പുരാന്റെ ചങ്കിലെ ശുദ്ധരക്തത്താൽ പാപികളുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് രക്ഷയെ പ്രദാനം ചെയ്തു നമ്മുടെ കൈപ്പേറിയ ജീവിതത്തെ മധുരമാക്കി തീർക്കുന്നത്. കർത്താവായ യേശു തമ്പുരാന്റെ തിരുരക്തത്താൽ ആണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്നത് ഈ തിരുശരീര രക്തമാണ്. പലരും പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് മൈലുകൾക്ക് അപ്പുറമാണ് പോകുന്നത്. എന്തെന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിന്റെ ദൈവം നിന്റെ അരികിൽ നിന്റെ കൂടെയുണ്ട്. മോശ പ്രാർത്ഥിച്ചപ്പോൾ ആ വൃക്ഷം മോശയുടെ അരികിലുണ്ടായിരുന്നു. ആ വൃക്ഷത്തെ അന്വേഷിച്ച് മോശ മൈലുകൾ താണ്ടിയില്ല, പോയില്ല. വിശുദ്ധ മത്തായി 28-20 കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടിയുണ്ട് എന്നാണ് അരുൾ ചെയ്തിരിക്കുന്നത്. എവിടെയും എപ്പോഴും നമ്മളോടുകൂടെ ഉള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് മനസ്സിലാക്കി അവനിൽ തന്നെ, ആ കാൽവരി ക്രൂസിൽ തന്നെ, ക്രൂസിൽ നിന്ന് വീണതായിരിക്കുന്നതായ ആ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിക്കുക. അതിനായി നമ്മളെ തന്നെ സമർപ്പിക്കുക. അവൻ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഗോഡ് വിൽ ഹീൽ യു. ഏൽ റാഫ, ഏൽ റാഫ, ഏൽ റാഫ എന്ന കർത്താവിൽ സ്നേഹപൂർവം പുത്തൂർക്കുടിൽ അച്ഛൻ.